നിങ്ങൾക്കറിയാമോ സ്പേസിൽ നമ്മൾ എത്രയധികം രീതിയിൽ ഒച്ച വെച്ച് കാറി കഴിഞ്ഞാലും ആർക്കും ഒന്നും കേൾക്കാൻ സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. 1979 റിഡ്ലി സ്കോട്ട് ഏലിയൻ സിനിമ പുറത്തിറക്കിയപ്പോൾ ആ സിനിമയുടെ ക്യാപ്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു ഇൻ സ്പേസ് നോ വൺ ക്യാൻ ഹിയർ യുവർ സ്ക്രീം. സോ എല്ലാ കൂട്ടുകാർക്കും എക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോണ ഈ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഏലിയൻ റോമുലസ് ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു സിനിമ? നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണോ? ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏലിയൻ സിനിമയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണോ ഇത്? എല്ലാ കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം ടൈം കളയുന്നില്ല, നേരെ തുടങ്ങിക്കളയാം. സോ സൈഫൈ എന്ന് പറയുന്ന ഈ ഒരു ജോൺറയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് പ്രെഡേറ്ററും മറ്റൊന്ന് സിനോമോർഫും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് തന്നെയാണ്, അതായത് നമ്മൾ 80s മുതൽ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് വരെ ഈ ഒരു ജോൺറ തന്നെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന തന്നെ നമുക്ക് ഒത്തിരിയധികം കിടിലൻ സിനിമകൾ നമുക്ക് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏലിയൻ ഫ്രാഞ്ചൈസിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് നോക്കുവരുവാണെങ്കിൽ ഈ രണ്ട് ഫ്രാഞ്ചൈസിയിലും നമുക്ക് കുറേ ദുരന്തങ്ങളായിരുന്നു കുറേ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ നമുക്ക് പ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏതൊരു പ്രെഡേറ്റർ സിനിമ വെച്ച് നോക്കുവാണെങ്കിലും പ്രേ സിനിമ വൺ കിഡിലനായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു സിനിമ കൊണ്ട് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസി തന്നെ തിരിച്ചു വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇനി നമ്മൾ ഏലിയൻ ഫ്രാഞ്ചൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏലിയൻ ഫ്രാഞ്ചൈസിയിൽ ഉണ്ടായിരുന്ന സിനിമകൾ എല്ലാം ശോകമായിരുന്നു. അതായത് ഒറിജിനൽ ഏലിയനും പിന്നെ ജെയിംസ് ക്യാമറൂൺ എടുത്തിട്ടുണ്ടായിരുന്ന ഏലിയൻസ് എന്ന് പറയുന്ന രണ്ട് സിനിമയും കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സിനിമകളൊന്നും നമുക്ക് ഇൻബിറ്റ്വീൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ആ ഒരു ഫ്രാഞ്ചൈസി തന്നെ വീണ്ടും കിടിലനാക്കാൻ വേണ്ടി റിഡ്ലി സ്കോട്ട് വരെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പ്രൊമറ്റിയസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമറ്റിയസ് എനിക്കിഷ്ടമായിരുന്നു ആ സിനിമ. പക്ഷെ ഓവറോൾ ക്രിറ്റിക്സിന്റെ ഭാഗത്തു നിന്നല്ല നമ്മൾ നോക്കിയാൽ അതൊരു ഡിസപ്പോയിൻമെന്റ് തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം നമുക്ക് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ളൊരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഏലിയൻ കവനന്റ്, ഡേവിഡും ഏലിയൻ കവനന്റും. അത് റിഡ്ലി സ്കോട്ടിന്റെ മറ്റൊരു ദുരന്തത്തിന്റെ ലിസ്റ്റിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സിനിമകൾ തന്നെയാണ്. സോ അങ്ങനെ ഇരുന്ന സമയത്ത് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിക്ക് പ്രേ എന്ന് പറഞ്ഞൊരു സിനിമ കിട്ടിയത് കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു. പക്ഷെ ഏലിയനിൽ നമുക്കിപ്പോൾ എന്താ ലഭിച്ചിട്ടുള്ളത്? നമുക്ക് പ്രത്യേകിച്ചൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഏലിയൻ റോമുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഒറ്റൊരു വാക്ക് എനിക്ക് പറയാനുള്ളൂ, യെസ്, ഇതാണ് ഏലിയൻ ഫ്രാഞ്ചൈസി തിരിച്ചു വന്നിട്ടുള്ള സിനിമ. കാരണം വൺ കിഡിലനായിട്ട് ഫെഡി ആൽവറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയറക്ടറിന് ഈ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഫ്രാഞ്ചൈസിയുടെ ഒരു ഫാനാണ്. നമ്മളെ ഓരോരുത്തരെയും പോലെ പുള്ളിക്കാരൻ ഒരു ഫാനാണ്. സോ ഒരു ഫാന് ഒരു പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ ആ ഒരു ഫാൻ പ്രൊജക്റ്റ് ചെയ്യും. അത് തന്നെയാണ് നമുക്ക് റോമുലസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റും, നമുക്കിപ്പോൾ അടുത്തിടെ നമുക്ക് ഈ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസിയിൽ തന്നെ കിട്ടിയിട്ടുള്ള ഏറ്റവും കിടിലനായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഏലിയൻ റോമുലസ്. ഞാൻ ഇത്രേ പറയുള്ളൂ. എൻ്റെ ഫേവറേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏലിയൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പിന്നെ രണ്ടാമത് ഏലിയൻ, മൂന്നാമത് ഏലിയൻ റോമുലസ്. അക്ഷരം തെറ്റാതെ എനിക്ക് പറയാൻ സാധിക്കും, കാരണം അത്രയും കിടിലനായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു തിരിച്ചുവരവ് കൂടി തന്നെയാണ് നമുക്ക് ഇതിൽ കൂടി ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ട് തന്നെയാണ്, ഇത് ഏത് ടൈം ലൈനിലാണ് ഈ ഒരു സിനിമ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഏലിയനും ജെയിംസ് ക്യാമറൂണിന്റെ ഏലിയൻസിന്റെയും ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ പുതിയ ഫ്രാഞ്ചൈസ് നോക്കുകയാണെങ്കിൽ പ്രൊമറ്റിയസ്, ഏലിയൻ കവനന്റ്, അത് കഴിഞ്ഞാണ് ഈ സിനിമ സംഭവിക്കുന്നത്. സോ ഏകദേശം നിങ്ങൾക്ക് ടൈം ലൈൻ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ഒരു ചാർട്ട് കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ AVP ഒന്നും ഇതിൻ്റെ കൂടെ കൂട്ടേണ്ട, അത് വൻ ദുരന്തം തന്നെയാണ്. സോ എങ്ങനെയുണ്ട് ഏലിയൻ റോമുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒറിജിനൽ ഏലിയൻ സിനിമയിൽ പ്രത്യേകതയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? അത് ഒരു സർവൈവൽ സിനിമ തന്നെയാണ്. ഏകദേശം അത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലും ഒരു പരിധിവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ, ഏലിയനെ അവർ ഒരിക്കൽ കൂടി ഒരു ഹൊറർ ഫിലിമിലെ, അതായത് ഒരു യക്ഷി അല്ലെങ്കിൽ ഒരു പ്രേതത്തെ പോലെ ആക്കി. കാരണം നമുക്ക് കണ്ടാൽ പേടിയാകും. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഫെഡി ആൽവറാസ് തന്നെയായിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഈവിൾ ഡെഡ്, അതുകൂടാതെ തന്നെ ഡോൺ ബ്രീത്ത്, ഈ പറഞ്ഞ ഫിലിമിനെല്ലാം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പുള്ളിക്കാരൻ അറിയാം ഈ ഒരു ഹൊറർ ജോൺറ എന്താ എന്നുള്ളൊരു കാര്യം. ആൻഡ് ആ ഒരു ഹൊറർ ജോൺറയുടെ കൂടെ സൈഫയും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. അത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് സിനോമോർഫിനെ അവർ ചെയ്തതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ സിനോമോർഫിനെ അതിനകത്ത് ഇവരൊരു വലിയൊരു ത്രെട്ടാക്കി കാണിച്ചിട്ടുണ്ട്. കാരണം സിനോമോർഫാണ് ഈ സിനിമയ്ക്കകത്ത്
ആയിട്ടുള്ള പ്രേതം എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ആൻഡ് സിനോമോർഫിനെ അവർക്ക് എത്രത്തോളം സ്കെയറി ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നു അത്രത്തോളം സ്കെയറി ആയിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സിനോമോർഫിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഞാൻ പറയുവാണെങ്കിൽ ഫേസ് ഹഗ്ഗേഴ്സ് ആണ്. എൻ്റെ പൊന്നോ, ഫേസ് ഹഗ്ഗേഴ്സിന്റെ ഒരു സുപ്രമസിയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറിജിനൽ ഏലിയൻ സിനിമയ്ക്കകത്ത് നമ്മൾ ആദ്യമായി ഫേസ് ഹഗ്ഗറിനെ കണ്ട സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും, ഓ ഇതെന്തൊരു സാധനം. ഞാൻ പണ്ട് എൻ്റെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയി നോക്കുമായിരുന്നു, എട്ടുകാരിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് തന്നെയായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്രത്തോളം ആ ഒരു എന്താ പറയണ്ട ആ ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ 2 സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ റോമുലസ് അത് ലെവൽ 10 നിന്നത് അത് ലെവൽ 11 എത്തിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫേസ് ഹഗ്ഗേഴ്സ് സുപ്രമസിയാണ് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏലിയൻ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ അത്യാവശ്യം അഗ്രസീവായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി അവർക്ക് കാണിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം. സോ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും, ഇത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഈ സിനിമയ്ക്ക് ഇതിൻ്റെതായ പോരായ്മകളുണ്ട്, പക്ഷെ വളരെ ചുരുക്കം മാത്രം തന്നെയാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട ഈ സിനിമയുടെ ടോൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡയറക്ടർ ഈ 2 സിനിമകളുടെയും ഫാനാണ്. ആൻഡ് പുള്ളിക്കാരൻ ഏലിയനും ഇഷ്ടമാണ് ഏലിയൻസും ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെറിയൊരു എന്താ പറയണ്ട ടോൺ ഡിഫറൻസ് നമുക്ക് അവിടെ എവിടെയും തോന്നും. കാരണം ഒരു രീതിയിൽ വെച്ച് നമ്മൾ പടം നോക്കുകയാണെങ്കിൽ സർവൈവൽ ഹൊറർ പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഏലിയൻസി നമ്മൾ എന്താണ് കണ്ടത്, ആക്ഷൻ അഡ്വഞ്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു ടോൺ മാച്ചിങ് കുറച്ചും കൂടി അവർക്ക് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ്, കാരണം ഇങ്ങനത്തെ സിനിമയിൽ നമ്മൾക്കറിയാം ഈ ക്യാരക്ടേഴ്സൊക്കെ മരിക്കാൻ പോകാന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നാലും കുറച്ചും കൂടി ക്യാരക്ടർ ഡെവലപ്മെന്റ് സൈഡ് ക്യാരക്ടേഴ്സിന് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ മെയിൻ ക്യാരക്ടേഴ്സിനെ അവർക്ക് സൂപ്പറായിട്ട് ഇതിനകത്ത് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയുടെ പോരായ്മയായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. ഇനി നമ്മൾ ഓരോരുത്തരും നോക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഒരു സൈഫൈ ഹൊറർ ഫിലിമിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്താണ്, അത് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള CGIയും വിഷ്വൽ എഫക്ട്സും തന്നെയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു 90% ഓൺ പോയിന്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഫേസ് ഹഗ്ഗേഴ്സിനെയൊക്കെ അവർ കൂടുതലും എന്താ പറയേണ്ട പ്രാക്ടിക്കൽ എഫക്ട്സിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അനിമൽ ട്രോണിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനും സാധ്യത വളരെ കൂടുതലായിട്ടാണ്. ആൻഡ് ഒരു പരിധി വരെ ഫിലിമിന്റെ എൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടി CGI നന്നാക്കാമായിരുന്നെന്ന് എനിക്കൊരു സ്പെസിഫിക് സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ബഡ്ജറ്റിൽ അവർ വളരെ കിടിലനായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് അവർ നമ്മളെ എടുത്തിട്ടുള്ളത്. ആൻഡ് അത് ആസ് ഒരു ഏലിയൻ ഫാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിനിമ തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ തീരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് 2 എൻഡിങ് ഉണ്ട്. അത് അവർ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ സിനിമയൊക്കെ തീർന്നെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനേക്കാളും വലിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സിനിമ തീർന്നിട്ടില്ല, ഇനിയും സിനിമ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ആ ഒരു എക്സൈറ്റ്മെന്റ് ഈ ഒരു ഡയറക്ടറിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിക്കാരൻ ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു മുമ്പുള്ളൊരു ഈ സിനിമയ്ക്കകത്ത് അതായത് ഏലിയൻ ഫ്രാഞ്ചൈസിയിൽ നോക്കിയാൽ നമുക്ക് കുറേയധികം ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഏലിയൻ സിനിമയ്ക്കകത്ത് നമ്മളൊരു ഐക്കോണിക് ഡയലോഗ് കേട്ടിട്ടുണ്ടായിരുന്നു, ഗെയിം ഓവർ മാൻ, ഗെയിം ഓവർ. അതെല്ലാം നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഈസ്റ്റർ എഗ്സ് ആയിട്ട് നമുക്ക് നോക്കിയാൽ മതി. സോ ഓവറോൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഇത്രേ പറയുള്ളൂ, നിങ്ങൾക്ക് സൈഫൈ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഈ പറയുന്ന ഏലിയൻസിനെയും പ്രെഡേറ്റേഴ്സിനെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ, ആൻഡ് നിങ്ങൾക്ക് ഹൊറർ ഇഷ്ടമാണോ, വേറെ ഒന്നും നോക്കാനില്ല, തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണൂ, ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യൂ. ഇത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല സിനിമകൾ ഇനിയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലത്തെ എന്താ പറയുക കാശിന് വേണ്ടി മാത്രം സിനിമ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ സീക്വൽസ് എല്ലാം നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസിലും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത് നല്ലൊരു പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാനും ഒരു ഫാൻ തന്നെയാണ്. സോ എൻ്റെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു സർവൈവൽ സൈഫൈ ഫിലിം തന്നെയാണ്. ആൻഡ് ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ ഒരു നല്ലൊരു ഫോളോ അപ്പ് തന്നെയാണ് ആ ദുരന്തം കവനന്റിന് ശേഷം. സോ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടോ? നിങ്ങളുടെ ഫേവറേറ്റ് ഏലിയൻ സിനിമ ഏതാണ്? ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ സിനിമ ഒരിക്കൽ കൂടി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ നിങ്ങൾ AVP റെക്യമിൽ നിങ്ങൾ നിർത്തിയതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഏലിയൻസ് പ്രൊമറ്റിയസ് ഇന്ത്യയൊക്കെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സ്റ്റോറി പോകുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.